പൊന്നാനി ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് മോദി സർക്കാർ ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെയും വികസന പദ്ധതികളുടെയും ഒക്കെ ഗുണം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മോദിക്കൊപ്പം മോദിയുടെ ഗ്യാരണ്ടിയിൽ ഇവിടെ അതുപോലെ തന്നെ നമുക്കറിയാം ഒരു സ്ത്രീ ശാക്തീകരണം വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് വേണ്ടതെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഈ പ്രാവശ്യം NDAക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് കഴിഞ്ഞ പ്രചരണങ്ങളിലൊക്കെ കിട്ടിയ ഒരു ജനങ്ങളുടെ പൾസ് വെച്ചിട്ട് മനസ്സിലാവും. മണ്ഡലത്തിൽ ഏകദേശം 60% വളരെ ന്യൂനപക്ഷ വിഭാഗം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും UDFനും LDFനും അനുകൂലമായി വോട്ട് ചെയ്യുന്ന വിഭാഗമാണ് വരുന്ന പ്രചാരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു വിഭാഗത്തിൽ നിന്ന് പിന്തുണയെ സംബന്ധിച്ചുള്ളൊരു? നമുക്ക് ശരിയാണ് 63% ന്യൂനപക്ഷങ്ങളുണ്ട്. പക്ഷേ എന്തിനാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് വേർതിരിവ് ഇല്ലാതെ തന്നെ ക്ഷേമ പദ്ധതികൾ അവരിലേക്ക് എത്തിച്ചിട്ടുള്ള നരേന്ദ്രമോദി അവർക്ക് മുമ്പിൽ ഈ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ മാതിരി വിഭാഗീയ ചിന്തയൊന്നും ഇല്ലാതെ തന്നെ ക്ഷേമ പദ്ധതികളിൽ എത്തിച്ച നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ സർക്കാർ അത് തന്നെയാണ് ജനങ്ങൾ ചിന്തിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു വേർതിരിവില്ലാതെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഗുണം കിട്ടിയവർക്കറിയാം അത്തരത്തിലുള്ള ഒരു വിഭാഗീയ ചിന്തയ്ക്കും ഇവിടെ സ്ഥാനവുമില്ല. അവർ നോക്കേണ്ടത് എല്ലാ ഇലക്ഷനും നോക്കുന്നത് അത് ആവണമല്ലോ. ജനാധിപത്യം എന്ന് പറഞ്ഞത് അതാണല്ലോ. എന്തൊക്കെയാണ് നമുക്ക് നൽകാനുള്ളത്, നൽകാൻ സാധിച്ചിട്ടുള്ളത്, അതിനെ വിലയിരുത്തിയിട്ടാണ് സാധാരണ വോട്ട് ചെയ്യാറ് അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ഇത്തരത്തിലുള്ള കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അപ്രമാദിത്യം കൊണ്ട് മാത്രം ഇനിയും അതുപോലെ നിലനിൽക്കാമെന്ന് ആരും ചിന്തിക്കേണ്ട എന്ന് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസ് വെച്ച് മനസ്സിലാകും. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ, വിശേഷം ഇടത് വലത് മുന്നണികൾ സ്ഥാനാർത്ഥികൾ ഈ സമുദായ സംഘടന സാംസ്കാരിക നേതാക്കളെയൊക്കെ തന്നെ കാണാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ ഇടത് വലത് മുന്നണികളാണ് സജീവമായി മുസ്ലിം സമുദായ നേതാക്കൾ ജിഫ്രി തങ്ങളെയും AP ഉസ്താദിനെയൊക്കെ കണ്ടിരുന്നു. ഈ BJPയുടെ സ്ഥാനാർത്ഥികൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന് അവർ ഒരു അപ്പോയിൻമെൻറ്റ് തരാത്തത് കൊണ്ടാണോ, എന്താണത്? നോക്കൂ, ഞാൻ ജനങ്ങൾക്കിടയിൽ പരമാവധി എത്തുവാനാണ് കഴിഞ്ഞ സമയങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ സഞ്ചരിച്ചു, അവിടെയുള്ള കാര്യങ്ങൾ കേട്ടു. പിന്നെ ഈ സമുദായ നേതാക്കൾ എന്ന് പറയുന്ന നിരവധിയായിട്ടുള്ള ആളുകളിൽ എത്തിപ്പെടാനുള്ള സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞാൻ പ്രത്യേകമായിട്ട് നടത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ കാണുന്ന എല്ലാവരെയും, അതായത് സാധാരണ ആളുകളെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, പരമാവധി അവരോട് സംവദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ മാർച്ച് മാസം 5-ാം തീയതി മുതൽ സജീവമായിട്ട് തന്നെ ജനങ്ങൾക്കിടയിലുണ്ട്. കോളനികൾ, അതുപോലെ തീരദേശ മേഖലകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വർക്ക് ചെയ്യുന്ന സാധാരണ സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ പൊന്നാനിയിലെ സമസ്ത ഉൾപ്പെടെയുള്ള പ്രബല സംഘടനകളുടെ പിന്തുണ NDAക്ക് ലഭിക്കുമോ? നോക്കൂ, ഞങ്ങൾ അങ്ങനെ ഒരു സംഘടനാത്മകമായിട്ടല്ല ഇതിനെയൊക്കെ ചിന്തിക്കുന്നത്. ജനങ്ങളുടെ ക്ഷേമവും അതുപോലെ തന്നെ ജനങ്ങളുടെ വികസനവും അതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് നമുക്കറിയാം ജനങ്ങൾക്കിടയിൽ അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഗുണഫലങ്ങളെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതോടൊപ്പം ഈ പറഞ്ഞ മാതിരി സംഘടനകൾ പറഞ്ഞത് അതേപോലെ പാലിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സംഘടനകളും അവരുടെ പ്രതിനിധികളെ നിർത്തി ജയിപ്പിച്ചാൽ മതിയില്ലേ? പിന്നെ ജനാധിപത്യം എന്ന് പറയുന്ന വാക്ക് നമുക്ക് എടുത്തു കളയേണ്ട ആവശ്യം വരും. അപ്പോൾ അതല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷൻ. ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും ആർക്കാണ് സാധിക്കുക, ആരാണ് അത് നൽകാൻ സാധിക്കുക, അവരെയാണ് വോട്ട് ചെയ്ത് ജനങ്ങൾ ജയിപ്പിക്കേണ്ടത്. അതല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു പരിധി വരെ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ തിരിച്ചറിയും. അവർക്ക് നല്ലതെന്ന് തോന്നുന്നത് എന്താണോ അതിലേക്ക് ജനങ്ങൾ വരും. പിന്നെ ഒരാൾ അത് പറഞ്ഞു അല്ലെങ്കിൽ ഇന്നയാൾ ഇന്നത് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ജനങ്ങൾ അതിനൊപ്പം നിൽക്കും എന്നുള്ള ചിന്ത ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ഒരു കുറവായിട്ട് നമ്മൾ കാണേണ്ടി വരും. തന്നെയാണ് സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് പൊന്നാനിയിലെ NDA സ്ഥാനാർത്ഥി. പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലും വളരെ സജീവമായ ശക്തമായ പ്രചാരണ പരിപാടികളോട് തന്നെയാണ് പൊന്നാനിയിലൂടെ മുന്നോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ PA ഇൻ റിപ്പോർട്ടർ തിരൂർ.